വേണ്ടിയിട്ടുള്ള സാധനമാണത്. നമ്മൾ ലൈവായിട്ട് വന്ന് പിക്ക് ചെയ്യാം. 4000 വാച്ച് അവേഴ്സ് അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്നെ മാത്രമല്ല ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ 4000 വാച്ച് അവേഴ്സ്, ജസ്റ്റ് 4000 വാച്ച് അവേഴ്സ് എത്താൻ ഇനി വെറും 800 വാച്ച് അവേഴ്സ് മതി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയറൊക്കെ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയ എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതും കേപ്പ് ടൗണിലെ തന്നെ അധികം ആർക്കും അറിയാത്ത, പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. അതായത് നമ്മളിന്നൊരു ഫെസ്റ്റിവലിന് വന്നിരിക്കുകയാണ്. ഫെസ്റ്റിവലിൻ്റെ പേരെന്താന്നല്ലേ? എന്താണ് മീനും? അതെ, എന്ത് സിട്രസ് ഫെസ്റ്റിവൽ എന്ന് ഉദ്ദേശിച്ചത്? ഓറഞ്ച് പിക്കിംഗ്. അതായത് നമ്മുടെ നാട്ടിൽ ഓറഞ്ച്, പക്ഷേ സിട്രസ് എന്ന് ഇവർ പറയുന്നത് ഓറഞ്ചിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അപ്പം അതെ, സിട്രസ് ഫെസ്റ്റിവൽ. നമ്മളിന്നൊരു സിട്രസ് ഫെസ്റ്റിവലിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ജൂലൈ 26, നാളെ 27. ഈ 2 ദിവസം മാത്രമാണ് ഈ സ്പെഷ്യൽ ഡേ ഉള്ളൂ, വേറെ ഒരു ദിവസവും ഇല്ല. അപ്പം ഇത് ഈ വിൻ്ററിൻ്റെ മിഡിലിൽ നിൽക്കുന്ന ഈ സമയത്താണ് ഇവിടെ ഈ ഫെസ്റ്റിവൽ ഇവർ കൊണ്ടാടുന്നത് കേട്ടോ. അപ്പം ഇത് നടക്കുന്നത് ബോഷൻഡാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ബോഷൻഡാൾ നിൽക്കുന്നത് ഫ്രാൻജൂക്കിൻ്റെയും പാളിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. അപ്പം ഇവിടെ പല ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പം ഇന്ന് സിട്രസ് ഫെസ്റ്റിവൽ. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പം പിക്കിങ്ങിനുള്ള, അതായത് സിട്രസ് ഫെസ്റ്റിവലിൽ സിട്രസ് പിക്കിംഗ് ഉണ്ടായിരുന്നു, പിന്നെ എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈക്ക് ലൈവ് മ്യൂസിക് ഉണ്ട്, ഫുഡ് കോർട്ടുകളുണ്ട്, അതുമാത്രമല്ല പിക്കിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, പിള്ളേർക്ക് കിഡ്സിന് കളിക്കാവുന്ന ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് വേണ്ട പല സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇന്നും നാളെ. അപ്പം ഇത് ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രി ഫീസ് മാത്രം നമുക്ക് 80 റാൻഡായിരുന്നു എൻട്രി ഫീസ് മാത്രം. അതല്ല, പിക്കിങ്ങിനാണെങ്കിൽ എൻട്രി ഫീസ് മാത്രം 100 റാൻഡ്, അഡൾട്ട്സിനും കിഡ്സിന് 50 റാൻഡും ആയിരുന്നു കേട്ടോ. ഏകദേശം 500 രൂപ അഡൾട്ട്സിന്, കിഡ്സിന് 250 രൂപയും. പിന്നെ അകത്ത് കയറി പിക്കിങ് ചെയ്യണമെങ്കിൽ 160 റാൻഡായിരുന്നു. പക്ഷേ പിക്കിങ് കുറേ ദിവസം മുമ്പേ തന്നെ ഇത് ഫില്ലായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇതിന് പിക്കിങ്ങിന് ഇത്ര ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളൂ എന്ന്. അത് ഫില്ലായി. എനിക്ക് പിക്കിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫില്ലായി. എന്നാലും നമുക്ക് കയറാം, എന്നിട്ട് നമുക്ക് ഓറഞ്ച് വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം ഇവരുടെ സ്റ്റാളുകളിൽ നിന്ന്. എന്തായാലും നമുക്ക് കയറാം. ഇവിടെ ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പം ലൈവ് മ്യൂസിക് ഉള്ളിടത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് കയറാം അല്ലേ മീനു? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സിട്രസ് ഫെസ്റ്റിവലിനെ കുറിച്ച് പിക്കിങ് കിട്ടാത്തതിൻ്റെ സങ്കടം ഉണ്ടോ? ഉണ്ടോ? അപ്പോൾ വാമിക്കുട്ടി സ്റ്റൈലായിട്ടല്ല വന്നാക്കുന്നത്. അതെ, വാമിക്കുട്ടി സ്റ്റൈലായിട്ട്, വാമിക്കുട്ടി എക്സൈറ്റഡ് ആയിട്ട് വന്നിരിക്കുക അല്ലേ വാമി? ഒരു ഹായ് പറഞ്ഞേ. വാമിക്കുട്ടിയുടെ യൂണിക്കോൺ ഷൂ എന്തി? എവിടെ? വാ, യൂണിക്കോൺ ഷൂ എല്ലാവരോടും കണ്ടോന്ന് ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. അപ്പോൾ മീനു സിട്രസ് ഫെസ്റ്റിവലിന് കയറല്ലേ? അതെ. അപ്പം ഞങ്ങളിന്ന് കയറിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളിത് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കാറ് പാർക്ക് ചെയ്ത്, ഇന്ന് നല്ല വെതറല്ലേടി, ചൂടൊന്നുമില്ല, വെറും 14 ഡിഗ്രി ആയിട്ട് വെയിലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. എന്തായാലും നമുക്ക് ടിക്കറ്റ് നമ്മുടെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഹാൻഡ് ബാൻഡ് എന്തെങ്കിലുമൊക്കെ അടിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം കേട്ടോ. നമ്മളെ അതിൻ്റെ ഉള്ളിൽ ഇതാണ് ഫുഡ് കോർട്ട് ഇവർ സെറ്റ് ചെയ്താക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പാട്ടിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതേ ചെറിയ സ്നാക്സ് മേടിച്ചിട്ട് നമ്മൾ പുറത്ത് വന്നു. ഇവിടെ ആണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് കണ്ടോ. അപ്പം ഞങ്ങളിത് 2 ക്രോയിസിൻ്റും പിന്നെ കുറച്ച് സമൂസയും പിന്നെ 2 കോഫിയും മേടിച്ചിട്ടുണ്ട്. വാമിക്കുട്ടി ഇവിടെ ഉണ്ട്, മീനും ദേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് നേരെ ഫെസ്റ്റിവൽ നടക്കുന്ന, അല്ലെങ്കിൽ പിക്കിങ് നടക്കുന്ന, സിട്രസ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ പിക്കിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാവേ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയല്ല, നമ്മൾ ആ ഫുഡ് കോർട്ട് കണ്ടില്ലായിരുന്നോ? ടിക്കറ്റ് എല്ലാം ഓൺലൈനിലാട്ടോ. അപ്പോൾ പിക്കിങ് ഞങ്ങൾക്ക് കിട്ടാത്തതിൽ വളരെ സങ്കടമുണ്ട്. ഞങ്ങൾ അവിടെ വന്നിട്ട് കുറേ സംസാരിച്ചൊക്കെ നോക്കി, നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ടിക്കറ്റ് പിക്കിങ്ങിൻ്റെ സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞു. അത് നേരത്തെ സോൾഡ് ഔട്ട് ആയതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയി എൻട്രി ചെയ്ത് അതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് പിക്ക് ചെയ്യാൻ മാത്രം പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും പിക്കിങ്ങിന് വേണ്ടി പോകുവാണ്. അപ്പം അവിടെ നിന്ന് ആ ഫുഡ് കോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ.
ഇത് കണ്ടോ, ഈ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. ഇതേ വാമി സ്വന്തമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്, അപ്പോൾ സൂക്ഷിച്ച് തന്നെയാണ് വാമി നടക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നേരെ പോയി നേരെ നമ്മുടെ ഫാമില്ലേ, ഫ്രൂട്ട്സ് ഫാം, അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പിക്കിങ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ആ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു, ഇത് കുറച്ച് നടക്കാനുണ്ടല്ലേടി? കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ഒരു 5-10 മിനിറ്റ് നടക്കാനുണ്ട് നോർമലി ആണെങ്കിൽ. പക്ഷേ വാമിയുടെ കൂടെ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു 20 മിനിറ്റ് ആകും, അത് സ്വാഭാവികം. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഏതാണെന്നറിയോ? നമ്മൾ അപ്പുറത്ത് നിന്ന് ആ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം ഇത് പ്ലമ്മാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പ്ലമ്മിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ടാണ് പ്ലമ്മിൻ്റെ ഇലയെല്ലാം വിൻ്ററിൽ കൊഴിഞ്ഞ് നിൽക്കുന്നത്. ഇനി സമ്മർ ആകുമ്പോഴേക്കും ഇലയെല്ലാം പൊഴിഞ്ഞ് വന്ന്, ഇലയെല്ലാം തളിർത്ത് വന്ന് പിന്നെ അതിൽ പൂവെല്ലാം വന്ന് ഫ്രൂട്ട്സ് എല്ലാം ആകും കേട്ടോ. അതിൻ്റെ സീസൺ വേറെയാണ്. അപ്പം നേരെ ഇതൊക്കെ പറഞ്ഞ് കഥകളെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് കഴിയുമ്പോൾ നേരെ നോക്കി അടിപൊളി കേട്ടോ. ആ ഒരു മല അടിവാരത്തില്ലേ, അതായത് ആ മൗണ്ടൻ വാലിയിൽ നോക്കിയ താഴെ എന്ത് ഭംഗിയിലാണെന്നറിയോ ഓറഞ്ച് നിൽക്കുന്നത്. നമുക്ക് അടുത്തേക്ക് പോകാം എന്തായാലും. മീന, നിനക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ട്? അത് സാരില്ല, നമുക്ക് ആ ഫീൽ കിട്ടുമല്ലോ. അത് കുഴപ്പമില്ലല്ലോ. കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും. പക്ഷെ നീ ഓർക്കുന്നുണ്ടോ കുറച്ച് കാലം മുമ്പ് നമ്മൾ ഓറഞ്ച് വീട്ടിൽ പോയി നിന്നത്, മറ്റേ ഓറഞ്ച് കളർ അതേ സെറ്റ്, അത് അടിപൊളിയായിരുന്നു അല്ലേ? പക്ഷേ അതെ അതെ, ഇതിപ്പം നമ്മളിപ്പം കേപ്പ് ടൗൺ CBD നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാളിൻ്റെയും ഫ്രാൻചൂക്കിൻ്റെയും നടുക്കായിട്ട് വരും ഇത്, അല്ലെങ്കിൽ ഫ്രാൻചൂക്ക് പോകുന്ന വഴിക്കായിട്ട് വരും. ഞാൻ കേപ്പ് ടൗണിൽ നിന്ന് പറയാൻ കാരണം, കേപ്പ് ടൗണിൽ നിന്ന് വരുന്നവർക്ക് അറിയാൻ വേണ്ടിയാണ് കേപ്പ് ടൗണിൽ നിന്ന് ഇത്രയും ദൂരം ഉണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇത്രയും ദൂരമൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ, 30 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എത്തി നമ്മൾ ഏകദേശം എത്തി. അപ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടോ, എൻ്റെ പൊന്നെ, കണ്ണും മനസ്സും എല്ലാം നിങ്ങൾക്ക് കുളിരണിയാന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത്രയും ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ദേ ഇവിടെ ഒരു ചെറിയൊരു നെറ്റിട്ട് ഇവർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാമി കം, ഓക്കെ, ഇതെല്ലാം പറഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളിത് അകത്തെത്തി ഗൈസ്. ഇത് കണ്ടോ? ഹലോ, ഹായ്, താങ്ക് യു, സേ താങ്ക് യു, താങ്ക് യു. Makes the plant infertile if you don't cut it. Oh, okay. That's the only reason why everybody's got shears. Oh, okay. Thank you. അപ്പം എന്താ ചേട്ടൻ മാമിക്ക് മാമി ഒരു ഓറഞ്ച് കാണിച്ച്, മാമിക്ക് ഓറഞ്ച് കിട്ടിയല്ലോ. അപ്പോൾ ചേട്ടൻ മാമിക്ക് ഓറഞ്ച് കൊടുത്തു കേട്ടോ. അപ്പം നിങ്ങൾ നോക്കി, ഇത് എൻ്റെ പൊന്നെ എവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ട് അല്ലേടി മീനു? എന്താ നിനക്ക് തോന്നുന്നേ? നമ്മൾ ഇത് നോക്കിയേ എന്തോരാന്നറിയോ. ഈ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓറഞ്ച് എന്ന് പറയത്തില്ലേ, ആ സാധനം തന്നെയാണ് ഇവിടെ ഓറഞ്ച് എന്ന് പറയുന്നത്. ഓറഞ്ച് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് നാട്ടിൽ നിന്ന് നിൽക്കുമ്പം അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് ശരിക്കും സിട്രസ് അല്ലെങ്കിൽ നാച്ചീസ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. നാർച്ചീസും സിട്രസും ഒക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആട്ടോട്ട് ഇരിക്കുക. ഇത് പൊളിക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ ഓറഞ്ച് എന്ന് പറയില്ലേ, അത് ഇവിടെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടി മീനും പൊളിക്കാൻ പറ്റില്ല. നമ്മുടെ ഇതുപോലെ ഇരിക്കും, മുസാമ്പി പോലെ ഇരിക്കും. അതെ, കം മോമി, what is it? Oh, my juicy, come. എന്നാലും ഭയങ്കര നഷ്ടമായി ഗൈസ് അല്ലേടി, ഭയങ്കര നഷ്ടമായി ഞങ്ങൾക്ക് പിക്കിങ് കിട്ടാത്തത് കേട്ടോ. ഭയങ്കര സങ്കടമുണ്ട് അതിന്. ഇപ്പം ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല ഗൈസ്. ഇല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഒരു രസമായിരുന്നു. ഇവിടുന്ന് ആ സഞ്ചി നിറയെ പറിച്ചുകൊണ്ട് പോവാ അല്ലേടി മീനു? ഇത് നിറയ്ക്കേണ്ട ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയായിരിക്കും വന്നത്. പക്ഷെ ഇതൊന്നും പറിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല കേട്ടോ. എങ്ങനെ ഇത് ഫുള്ളായിന്ന് എനിക്കറിയത്തില്ല അല്ലേ ഇന്നും നാളെ ഉണ്ട്. പക്ഷെ ഇതൊന്നും പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തീരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് അങ്ങ് കിടക്കും, ആ മലയടിവാരം വരെ ഈ ഫാം കിടക്കുന്നുണ്ട്. നമുക്ക് അത്ര ഒന്നും നടക്കാൻ പറ്റത്തില്ല. എന്നാലും അവൻ പറഞ്ഞു ഒത്തിരി ഫ്രൂട്ട് ഉണ്ടെന്ന്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ചിലപ്പം എനിക്ക് തോന്നുന്നത് ഇത് വേറെ പർപ്പസും കൂടി ഉണ്ടാവുമല്ലോ. പിക്കിങ് മാത്രമല്ലല്ലോ,
ഇവർക്ക് വിൽക്കാനും ഉണ്ടാവുമല്ലോ. ഇതൊരു റണ്ണിങ് ഫാം അല്ലേ, ഇത് പിക്കിങ് മാത്രമല്ല അവർ പർപ്പസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഭയങ്കര ഒരു അനുഭവം ആട്ടോ അല്ലേ. ഈ കേപ്പ് ടൗണിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രാവശ്യം, ഈ തവണ എന്തായാലും ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മിക്കതും ഇത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇത് എഡിറ്റൊക്കെ ചെയ്യേണ്ടത്. ഇതൊക്കെ കണ്ടോ, അടിപൊളി മധുരം, അടിപൊളി തണുപ്പും, നല്ല രസമുണ്ട് കൈസ്. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, നല്ല രസമില്ലേ ഇതൊക്കെ. മീനിൻ്റെ കണ്ണൊക്കെ കണ്ടോ തള്ളി പോകുന്നത്. മീൻ കഴിക്കുന്നത് സീഡ്ലെസ് അല്ലേ, കുരുവില്ല അല്ലേ, ഭയങ്കര രസമുണ്ട് കൈസ്. ശരിക്കും അടുത്ത പ്രാവശ്യം നിങ്ങൾ കേപ്പ് ടൗണിൽ ഉള്ളവരൊക്കെയാണ്, അടുത്തുള്ളവരാണെങ്കിൽ മീനൊന്നും എൻ്റെ അഭിപ്രായം എന്താടി, കേപ്പ് ടൗണിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വന്നാണോ അല്ലേ. അടുത്താണ് നമ്മൾ എന്തായാലും പിക്കിങ് എടുക്കും, ഉറപ്പായിട്ടും വന്ന് കാണണം ഗൈസ്. അത്രയ്ക്ക് സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അടിപൊളി, അത് ഒട്ടും മിസ് ചെയ്യാനില്ല. ഇതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. പിള്ളേരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും നടക്കാം. എന്തായാലും ഇഷ്ടം പോലെ കൊല്ലകുത്തിയാണ് ഉണ്ടായേക്കുന്നത്. ഇത് കണ്ടോ, കൊല്ലകുത്തി. ഞാൻ ഒരെണ്ണം പറിച്ചു കേട്ടോ, പിക്കിങ് പാടില്ലായിരുന്നു, പക്ഷേ ഞാൻ ഒരെണ്ണം പറിച്ചു. ആ ചേട്ടൻ പറഞ്ഞായിരുന്നു നമ്മൾ സിസറ് കയ്യിൽ വേണമെന്ന്. ഇത് ഞാൻ തൊട്ടപ്പോഴേക്കും പോകും, ഇങ്ങനെ പോകുന്നതാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു കുഴപ്പമില്ല, നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, പൊട്ടിക്കുമ്പം ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ എന്നല്ലേ പറഞ്ഞത്. എന്തോ പറഞ്ഞായിരുന്നു പുള്ളി വാമിക്ക്. അതെ അതെ അതെ. എന്നാ വാട്ട് ഈസ് ദാറ്റ്? ഓ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ, കം യാ കം. അപ്പം ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ടായിരുന്നു, അതേപോലെ ഫുഡ് കോർട്ട് ഉണ്ട്, പിന്നെ കിഡ്സിന് ആക്ടിവിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ വൈൻ ടേസ്റ്റിങ്ങിനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അവരുടെ ഫാമുണ്ട്, വൈൻ സെല്ലാറുണ്ട്. അപ്പം വൈൻ ടേസ്റ്റിങ്ങും ചെയ്യാം, ഫുഡ് കഴിക്കാം. അക്കോമഡേഷൻ ആണെങ്കിൽ അക്കോമഡേഷൻ ഉണ്ട്. ഇത് നല്ലൊരു വാലി ഏരിയ ആണ് ഈ ഫ്രാൻചിക്കിൻ്റെ അവിടെ ഉള്ളത്. നല്ല വെതറാണ്, അടിപൊളി വെതറാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഒന്നും മിസ് ചെയ്യരുത്. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒന്നും നോക്കാതെ നിങ്ങൾ ഇവിടേക്ക് പോരെ. ഓൺലൈനിലാണ് ഇതിൻ്റെ ടിക്കറ്റ് എല്ലാം കിട്ടുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഏരിയ കണക്കിനാണ് നിൽക്കുന്നത്. അതും നമുക്ക് എന്താ പറയുക, ഓറഞ്ച് ഇത്രയും ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇതേപോലെ തന്നെ അതെ അടുത്ത ഇതിലേക്ക് നമ്മൾ കിടന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവരെന്തോ കെട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബേഡ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്ന് ഇത് ചെയ്യാതിരിക്കാനായിരിക്കാം അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. എന്തായാലും അതൊരു പ്രത്യേക ഒരു അനുഭവമാട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇത് സൂപ്പറെന്ന്, ഇത് ശരിക്കും സൂപ്പറാണ്. ഇത്രയും ഒരു അനുഭവം നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്താ പറയുക, ചെറി പറിച്ചപ്പോഴായാലും ഇത് പറിച്ചപ്പോഴായാലും ആപ്പിൾ പറിച്ചപ്പോഴായാലും സ്ട്രോബെറി പറിച്ചപ്പോഴായാലും കിട്ടാത്ത ഒരു പ്രത്യേക ഒരു മനസ്സിന് അനുഭൂതി എന്നൊക്കെ പറയില്ലേ അല്ലടി. ഇതിനെ ചെറി പറിച്ചപ്പോൾ കിട്ടിയ ഒരു ഇതാണോ, അല്ലെങ്കിൽ ആപ്പിൾ തോട്ടം കണ്ടപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഗ്രീനും കണ്ടിട്ടുണ്ട്, റെഡും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് അയ്യോ അമ്മയുടെ കാല് നോക്കി കുഴിയിൽ പോയി. ഇത് കണ്ടോ, അമ്മയുടെ കാല് കുഴിയിൽ പോയി. ഓക്കെ, ഈ കുഴി കണ്ടോ, ഇറ്റ്സ് ഫൈൻ. വാമിയുടെ ഷൂ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഷൂവിനെ കുറിച്ച് അധികം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ, ഇപ്പം അത് ഊരാൻ പറയും. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇനിയും വീഴാനുള്ളതുള്ളൂ. ഇതിൽ നിന്ന് തന്നെ സത്യത്തിൽ ബാഗ് നിറയ്ക്കാനുള്ളത് കിട്ടും. ഇങ്ങോട്ടേക്കൊന്നും നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെങ്ങനെ ടിക്കറ്റ് കഴിഞ്ഞ് പോയി എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. എനിവേ എന്തായാലും പിക്കിങ്ങിന് വലിയ പൈസ ഉണ്ടായിരുന്നില്ല. എൻട്രി ടിക്കറ്റിന് 100 റാൻഡും പിക്കിങ് കൂട്ടിയിട്ടാണെങ്കിൽ 60 റാൻഡ് കൂടുതലുണ്ടായുള്ളൂ. അതായത് 160 റാൻഡേ ഉള്ളായിരുന്നു. എനിവേ നമുക്ക് എന്തായാലും കിട്ടിയില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാം. കണ്ടോ എന്തോരല്ലേ, ഇപ്പുറത്തേക്ക് കിടക്കുമ്പോൾ വീണ്ടും വരുവാണ്. What do you wanna say? What do you wanna say? I like it എന്ന് പറ. ഉറക്കെ പറ, ഇങ്ങോട്ട് നോക്കി പറ. I like it എന്ന് പറ. ഓക്കെ, കം. ട്രാക്ടറിൽ കയറണോ വാമിക്ക്? ട്രാക്ടറിൽ കയറണോ?
ട്രാക്ടറിൽ പോണോ? മാമി ട്രാക്ടർ കണ്ടിട്ടുണ്ടോ? കം ട്രാക്ടറിൽ പോവാൻ പാ. ഞാനിവിടെ വന്നിട്ടേ ഒരു ഓറഞ്ച് പൊട്ടിച്ചില്ലല്ലോ. ഓറഞ്ച് പൊട്ടിക്കാതെ പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ. അപ്പം ഞാനും ഒരു ഓറഞ്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അത് കണ്ടോ, പൊട്ടിക്കാൻ ഈസി ആട്ടോ. അത് മൂത്ത് നിൽക്കുന്നതുകൊണ്ട് വളരെ ഈസിയാണ്. ആ ചേട്ടൻ എന്തിനാണ് മറ്റേ പ്ലക്കിങ് ആ സാധനമൊക്കെ തന്നതെന്ന് എനിക്കറിയത്തില്ല. ആൾ പറഞ്ഞത് എന്തോ പറഞ്ഞു ഇത് ഡാമേജ് ചെയ്യാതിരിക്കാൻ എന്തോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ കൊല പൊട്ടിക്കണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എനിവേ ഇത് പൊട്ടിക്കാൻ ഈസിയാണ്. നല്ല മധുരമുള്ള ഓറഞ്ച് ആട്ടോ, നല്ല മധുരമുണ്ട്. പുളി എന്ന് പറയുന്ന ഒരു സംഭവമല്ല, നല്ല മധുരമുള്ള സീഡ്ലെസ് ഓറഞ്ച്. ഇതിനെ ശരിക്കും നമ്മൾ സിട്രസ് എന്നാണ് ഇവിടെ പറയുന്നത്. നാച്ചീസ് അതായത് ഇത് പൊട്ടിക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണ ഓറഞ്ച് അതല്ല. ഇവിടെ പറയുന്ന ഓറഞ്ച് നമ്മുടെ നാട്ടിലുള്ള ഓറഞ്ച് അല്ല. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊസാംബിക്ക് പോലെ ഇരിക്കുന്ന ആ ഒരു സാധനം, മൊസാംബി പോലെ ഇരിക്കുന്നത്. അതായത് പൊട്ടിക്കാൻ പറ്റില്ല. മൊസാംബി പോലെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് നാരങ്ങ പോലെ ആ ഒരു സെറ്റപ്പാണ്. അപ്പം ഇതാണ് ഇതിനെ പറയുന്നതാണ് നാച്ചീസ് കേട്ടോ. അപ്പം ദേ അപ്പ കോട്ടയെ പോയി 2 പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ട എന്ത് മണമെന്നറിയോ? നല്ല മണം. ഇവിടെ കേറിയപ്പോഴേ നല്ല മണം തോന്നി. നല്ല മണം. ഈ സാധനത്തിലൊന്നും വളമൊന്നും ഇതില് വിഷമായിട്ടുള്ള വളമൊന്നും സ്പ്രേ ഒന്നും ചെയ്യാത്ത നല്ല പ്യൂർ സാധനം കേട്ടോ. അപ്പം അവരോട് ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ അങ്ങനത്തെ സാധനം ഒന്നും സ്പ്രേ ചെയ്തിട്ടില്ല. നല്ല പ്യുവർ സാധനം, നല്ല ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള സാധനമാണിത്. നമ്മൾ ലൈവായിട്ട് വന്ന് പിക്ക് ചെയ്യാൻ വന്നത്. അപ്പം ആഫ്രിക്കയിൽ നിന്ന് മല്ലു ക്യാമ്പർ കേട്ടോ. ഇത് കണ്ടാ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ തോന്നുന്നത്? എല്ലാവരും കയറുന്നു സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പിന്നെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ മറ്റേ വാച്ചിങ് അവേഴ്സൊക്കെ ഞങ്ങൾ കൂട്ടി തരിക. മീന് കഴിയാറായിട്ട് നിർത്തുന്നില്ല എന്ന് തോന്നുന്നേ. മീന് എന്നടി വാ മതി. അപ്പോൾ നമുക്ക് എന്തായാലും നീങ്ങാം. അധികം ഇനി പൊട്ടിക്കാൻ നിൽക്കണ്ട, കയ്യിലുള്ളത് മതി. കാരണം കവറൊന്നുമില്ല. അല്ലേ മമ്മി? മമ്മിയുടെ മൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ലൈവ് മ്യൂസിക് ഉണ്ട്, നമുക്ക് അവിടെ പോയി കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഇവിടെ നിന്ന് ഒരു 3 കിലോ മേടിച്ചു കേട്ടോ. ഇത് കണ്ടോ, 3 കിലോ നമുക്ക് മേടിക്കാം. 25 റാൻഡേ ഉള്ളൂ, 1 kg. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ ഒരു പിസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്, പിന്നെ ബർഗർ ഉണ്ടാക്കുന്ന ഏരിയ, അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ബാറുണ്ട്. പിന്നെ ഇവിടെ കോഫി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ലൈവ് മ്യൂസിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ലൈവ് മ്യൂസിക്കിൻ്റെ സ്ഥലത്ത് കൂടെ നമുക്കൊന്ന് കിടന്ന് പോകാം. വാ വാമി കം. വാമി മീനും വരുന്നുണ്ട് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലൈവ് മ്യൂസിക്. അതേപോലെ തന്നെ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് കോഫി മേടിച്ചത്, ക്രോയിസൻറ്റും മേടിച്ചായിരുന്നു. അതേപോലെ സമൂസ ഈ കടയിൽ നിന്നാണ് സമൂസയും മേടിച്ചത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയിരുന്ന് കഴിച്ചായിരുന്നേ. ഇവിടെ അതേപോലെ തന്നെ കിഡ്സിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്ന, പെയിൻറ്റിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട്. ഇതാണ് ലൈവ് മ്യൂസിക്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം മ്യൂസിക്കൊക്കെ കേട്ടിരുന്നിട്ട് പോവാവേ. Tried to be chill, but you're so hot that I'm melting. I fell right through the cracks. I'm trying to get back. Before the people on the cracks, I'll be giving you my best. It's all the stuff that I've got on and I'll bet you. I'm taking my turn. Doing some and learn something. Wanted to take no more. No, it cannot. അപ്പോൾ ആമിക്കുട്ടിക്ക് ഇത് ഫേസ് പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഫേസ് പെയിൻറ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ആമിക്കുട്ടി ഫേസ് പെയിൻറ് ചെയ്യണോ? എവിടെയാണ് നോക്കട്ടെ, എവിടെയാ? ഓക്കെ, അപ്പം ഇവിടെയാണ് പെയിൻറ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നിൽക്കാം, നമുക്ക് പേ ചെയ്യാം കേട്ടോ. ഇവിടെ വന്നപ്പോഴേ വാമിക്ക് കുക്കീസ് പെയിൻറ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് കുക്കീസ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, വാമിയുടെ കയ്യിലുണ്ട് കുക്കീസ്. എന്നിട്ട് ഇത് പേ ചെയ്ത് അപ്പം ഇനി കുക്കീസ് പെയിൻറ്റിങ്ങിന് പോകാം. കുക്കീസ് പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ കുക്കീസ് പെയിൻറ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുക്കീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാമി ഇതേ വാട്ടറിൽ മുക്കി പെയിൻറ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ?
ഇവിടെ കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഒന്നും നമ്മൾ കാണിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ കാണിക്കാത്ത. ഇവിടെ ഇരുന്ന് നല്ല പടം വരെയാടാ. അത് കുക്കീസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിബിളാണ് ആ പെയിൻറ്റിങ് എല്ലാം. അത് കഴിച്ചെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അത് കുക്കീസിൽ തന്നെ കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടർ കളറാണ്, നേരത്തെ പറഞ്ഞ പോലെ എഡിബിൾ കളറാണ്. അതുകൊണ്ട് കിഡ്സിന് സേഫാണ്. നമ്മൾ വാമിക്ക് മുഖത്ത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. വാമിക്കുട്ടീനെ മുഖത്ത് പെയിൻ്റ് അടിക്കാൻ, അതായത് നമ്മൾ മറ്റേ കുക്കീസ് പെയിൻറ്റിങ് കഴിഞ്ഞു, എന്നിട്ട് മുഖത്ത് പെയിൻ്റ് അടിക്കാൻ കൊണ്ടിരുത്തിയേക്കും കേട്ടോ. വാമിക്കുട്ടി ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ടോ പെയിൻ്റ് അടിക്കാനായിട്ട്. ഇവിടെ പാട്ടുണ്ടാക്കുന്നുണ്ടാട്ടോ. നിങ്ങൾക്ക് ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈവ് മ്യൂസിക് ആയതുകൊണ്ട് കോപ്പി റൈറ്റ്സ് അടിക്കത്തില്ലായിരിക്കും. എന്തായാലും ദേ വാമിക്കുട്ടിക്ക് ക്യാറ്റിൻ്റെ കളർ തന്നെ അടിച്ചോളാൻ പറഞ്ഞു. ക്യാറ്റിൻ്റെ ഡിസൈൻ, ക്യാറ്റിൻ്റെയും പിങ്ക് കളറ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണ് ഇവിടെ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് തന്നെ കോഫി ഷോപ്പുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ വാമിക്കുട്ടിക്ക് ഇതേ പെയിൻ്റ് അടിക്കുന്നുണ്ടോ. ഏകദേശം ഫിനിഷ് ആയിട്ടോ. വാമിയുടെ നോക്കി. താങ്ക് യു. വാമി ദേ ഫേസ് നോക്ക്. വാമി ലുക്ക് വാമി. വാമിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെയാട്ടോ സംഭവം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അതേ വാമിക്കുട്ടീനെ നോക്കിക്കോ. ഇതേ വാമിക്കുട്ടീൻ്റെ മുഖം കാണിച്ചു. ഇവിടെ കാറ്റ് കാരണം കേട്ടോ കണ്ണിൽ ഇതേ പൊടി പോയത്. ഇതേ വാമിക്കുട്ടിയുടെ മുഖം നോക്കി. ഇല്ല അതിക്ക് പൂച്ചമുഖം മാച്ചായിട്ടുള്ള ഡ്രസ്സെല്ലാം കിട്ടിയത്. നമുക്ക് ഇവിടെ കാറ്റുണ്ട് നല്ല. അതുകൊണ്ട് വാമിക്കുട്ടീനെ എടുക്കാം. നമുക്കപ്പം നമ്മളിതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിട്രസ് മേടിച്ചു. പിക്കിങ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ സിട്രസ് മേടിച്ചു. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ആരെങ്കിലോട് പറയാം. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പം ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വാമിക്കുട്ടിക്ക് പെയിൻ്റ് അടിച്ചു. ഫേസ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വാമിക്കുട്ടിക്ക് ഓടി കളിക്കുന്നുണ്ടോ. പിന്നെ മറ്റേ പെയിൻറ്റിങ് കുക്കീസില്ലേ, ആ കുക്കിയാണ് വാമിയുടെ കയ്യിലിരിക്കുന്നത്. വാമിക്കുട്ടിയുടെ ഫേസ് നോക്കിക്കേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ മ്യാവ് ഫേസ്. വാമി ഇങ്ങോട്ട് നോക്കി, ഇത് നോക്കിക്കേ കണ്ടോ. വാമിക്കുട്ടിക്ക് നാണായിട്ടോ. വാമിക്കുട്ടിക്ക് പിങ്ക് കളറിലുള്ള ഫേസ് പെയിൻറ്റിങ് ആണ് ഞങ്ങൾ അടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാറുകളെല്ലാം ഇവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അതേ കാറുകൾ പോണ് കണ്ടോ. ഇത് കണ്ടോ വാമിക്കുട്ടിയുടെ ഫേസ് പെയിൻറ്റിങ്. ഇത് കണ്ടോ ക്യാറ്റിൻ്റെ. വാമിക്കുട്ടി ഒരു പ്രാവശ്യം നോക്കി ഇങ്ങോട്ട്. വാമിക്കുട്ടി ഒരു പ്രാവശ്യം നോക്കിക്കേ. ഇത് നോക്കിക്കേ. ഇത് കാറ് ഫ്രണ്ടിൽ. ഇത് ഇങ്ങോട്ട് വാ. വാമിക്കുട്ടിക്ക് ഭയങ്കര ചാടിയാട്ടോ പുള്ളിക്കാരിക്ക്. അപ്പോൾ അങ്ങനെ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ പിക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഫുള്ള് തിരക്കാണ്. അതിൻ്റെ ഉള്ളിലെല്ലാം ഇപ്പോഴും മ്യൂസിക്കും എല്ലാം നടക്കുന്നുണ്ട്. ഓപ്പൺ ബാറും അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര ആക്ടിവിറ്റീസ് ഉണ്ട്. അയ്യോ വണ്ടി വരുന്നുണ്ട്, അപ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ വണ്ടി ഇപ്പുറത്ത് തന്നെയാണ് പാർക്ക് ചെയ്താക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോയിട്ട് ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകണം. അപ്പം സമയം ഇപ്പോൾ 1 മണി എങ്ങാണ്ടായി. നല്ല ടൈം പാസ്സായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്.
അപ്പോൾ അങ്ങനെ ഗൈസ് വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു വെറൈറ്റി എപ്പിസോഡ്, ആഫ്രിക്കയിൽ നിന്നൊന്നും നിങ്ങൾ കാണാത്ത ഒരു വെറൈറ്റി എപ്പിസോഡല്ലേ ഇരുന്നത്. നമ്മുടെ സിട്രസ് പിക്കിങ് അല്ലെങ്കിൽ സിട്രസ് ഫെസ്റ്റിവൽ എന്താ അടിപൊളിയായിരുന്നു. നല്ല കിടിലനായിട്ട് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള മായ കാഴ്ചകളുമായിട്ട് ഇനിയും നമ്മുടെ ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായി നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കിടിലൻ എപ്പിസോഡുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദേ വാമിക്കുട്ടിയിലേക്ക് പൂച്ച വാമിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇത് നോക്കി കേട്ടോ, വാമിക്കുട്ടീനെ ഇപ്പോൾ കാണിച്ചു തരാവേ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വാമിക്കുട്ടി മ്യാവ് പറ പൂച്ച വാമിക്കുട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ സിട്രസ് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അതേക്ക് ഒരു സഞ്ചി നിറച്ച് ഇങ്ങനത്തെ ഒരു സഞ്ചി അവർ തരുന്നതാണ് പിക്കിങ്ങിന്. അപ്പം ഇത് ഫുള്ള് കഴിയാനേ, പക്ഷെ നമുക്ക് പിക്കിങ്ങിൻ്റെ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. എനിവേ നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കിട്ടില്ല ക്യാമ്പിങ്ങും അല്ലെങ്കിൽ വേറെ എന്താണോ ഫാമിലി വ്ളോഗ് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. എക്സ്പ്ലോറിംഗ് ദ നേച്ചർ കേട്ടോ, ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ. ബൈ ബൈ പറഞ്ഞ മാമി. ബൈ ബൈ പറഞ്ഞേ. ബൈ 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 ബൈ. അപ്പോൾ ഞങ്ങൾ അടുത്ത ആളിന് വേണ്ടി വെയിറ്റിങ്ങും കൂടി കേട്ടോ. അതെ, ബൈ ബൈ. I'm your